അമേരിക്കയുടെയും മറ്റ് ശത്രുരാജ്യങ്ങളുടെയും കടൽ മാർഗമുള്ള ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ യുദ്ധോപകരണങ്ങൾക്ക് ശക്തി കൂട്ടാനൊരുങ്ങുകയാണ് ചൈന. ഇതിൻ്റെ ഭാഗമായി ഒരു ജെറ്റ് വിമാനത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ അന്തർവാഹിനി ചൈന നിർമ്മിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹീലോങ് ജിയാങ് പ്രവിശ്യയിലെ ഹാർബിൻ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർ അതിൻ്റെ പണിപ്പുരയിലാണെന്നും വൈകാതെ അന്തർവാഹിനി ചൈനീസ് നാവികസേനയുടെ ഭാഗമാകുമെന്നും പറയുന്നു. ഡിറ്റനേഷൻ വേവ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി നിർമ്മിക്കാൻ ചൈന ഒരു ദശാബ്ദക്കാലമായി ശ്രമിച്ചു വരികയായിരുന്നു. 20 വർഷം മുമ്പ് ജപ്പാൻ ഇത്തരത്തിലൊരു അന്തർവാഹിനി നിർമ്മിച്ചിരുന്നു. ഈ സാങ്കേതികവിദ്യ ചോർത്തിയെടുത്താണ് ചൈനയുടെ പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ട്. വെള്ളത്തിലൂടെയുള്ള അതിവേഗ സഞ്ചാരം അസാധ്യമാണെന്നിരിക്കെ ലേസർ പ്രൊപ്പൽഷൻ നൽകിയാണ് അന്തർവാഹിനിയുടെ വേഗം ക്രമീകരിച്ചിരിക്കുന്നത്. അന്തർവാഹിനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കോട്ടിങ്ങിലൂടെ പുറന്തള്ളുന്ന 2 മെഗാവാട്ട് ലേസർ പവർ ഉപയോഗിച്ച് പുതിയ സാങ്കേതികവിദ്യയ്ക്ക് ഏകദേശം 70,000 ന്യൂട്ടൺ ട്രസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട് പറയുന്നു. ശബ്ദം വളരെ കുറവായതിനാൽ ശത്രുക്കൾക്ക് സൂചന നൽകാതെ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താനാവുമെന്നതാണ് പ്രതീക്ഷ. എന്നാൽ അന്തർവാഹിനിയിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും തൊടുക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. മറ്റ് രാജ്യങ്ങളിലെ റഡാർ പരിധിയിൽപ്പെടാതെയോ ഡോം സംവിധാനത്തിൻ്റെയോ കണ്ണിൽപ്പെടാതെ തങ്ങളുടെ പരിധിയിൽ വരുന്ന ശത്രുരാജ്യങ്ങളുടെ യുദ്ധോപകരണങ്ങളെ തിരിച്ചറിയാനും തകർക്കാനും ഈ അന്തർവാഹിനിക്ക് സാധിക്കും. ആണവായുധ ആക്രമണങ്ങളെ ചെറുക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശത്രു സൈന്യത്തിന് യാതൊരു സൂചനയും നൽകാതെ സ്വന്തം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയോ മറയ്ക്കുകയോ ചെയ്യുക എന്നതാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ പ്രത്യേകത. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കനത്ത ഭീഷണിയാകും സൃഷ്ടിക്കുക. ആഴ്ചകൾക്ക് മുമ്പേ തായ്വാനെ ചൈനീസ് സേന കടൽമാർഗവും ആകാശമാർഗവും വളഞ്ഞപ്പോൾ വളരെ പണിപ്പെട്ടാണ് അവർ അതിനെ പ്രതിരോധിച്ചത്. INS ജഡായി പോലുള്ളവ ഇന്ത്യക്ക് കാവലായി ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടെങ്കിലും ചൈനയുടെ പുതിയ നീക്കം ഇന്ത്യയും നിരീക്ഷിച്ചു വരികയാണ്. അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് പുതുതായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇന്ത്യ. 24 ഇഗ്ലായസ് പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. 120 ലോഞ്ചറുകൾക്കും 400 മിസൈലുകൾക്കുമായി കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പിട്ടത്.